നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിൽ ഉപദ്രവിച്ചിരുന്നവർ ദുർബലരാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവർ മൂലമുള്ള മാർഗതടസ്സങ്ങൾ മാറുകയും ചെയ്യുന്നതാണ്. പുതിയ സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, നിക്ഷേപ സാധ്യതകൾ എന്നിവയ്ക്ക് നല്ല സമയമാണ്. മുടങ്ങിക്കിടന്ന പൂർവ്വകാല ബിസിനസ് ബന്ധങ്ങൾ എന്നിവയൊക്കെ തളിർത്ത് പൂവിടുന്നതാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സൗഹൃദം ദൃഢമാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പശു, ആട് എന്നിവയുടെ പരിപാലനത്തിലൂടെ വരുമാനം വർദ്ധിക്കുന്നതാണ്. നൂതന കൃഷി രീതികൾ കൊണ്ട് അംഗീകാരം ലഭിക്കുന്നതാണ്. പുതിയ കൃഷിസ്ഥലങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള സമയമാണ്. മാതാവ്, മാതൃബന്ധുക്കൾ എന്നിവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മുൻകാല പരാജയഭീതി, രോഗഭീതി എന്നിവയിൽ നിന്ന് മുക്തി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് തങ്ങളുടെ വരുമാനം പല വിധത്തിൽ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നതാണ്. സാക്ഷി, മധ്യസ്ഥൻ എന്നീ നിയമസ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ ഈ വർഷം ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഗുണപ്രദമാണ്. വിവാഹകാര്യങ്ങൾ നോക്കാൻ പറ്റിയ കാലമാണ്. ഭവനം, വാഹനം എന്നിവ സ്വന്തമാക്കാനും നിയമപ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ഒക്കെ ഈ വർഷം സഹായിക്കും. ധനുക്കൂറുകാർ ദോഷശാന്തിക്കായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, എള്ളുപായസം നടത്തുക, കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം വഴിപാടായി നടത്തുക, കുമാരസൂക്ത അർച്ചന നടത്തുക. ഇതൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ പരിശോധിക്കാം. മൂലം നക്ഷത്രക്കാർക്ക് അന്യദേശവാസം അനുഭവത്തിൽ വരുന്നതാണ്. സഹോദരന്മാരിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദൂർത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അന്യജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. പ്രലോഭനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. സർക്കാർ തലത്തിൽ ഉന്നത ജോലിക്കുള്ള സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം, നയനരോഗം, കർണരോഗം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പൂർണ്ണ ലക്ഷ്യത്തോടു കൂടി മാത്രമേ നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടക്കമിടാവൂ. ഇനി നമുക്ക് പുരാണ നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പരിശോധിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് കാലം അനുകൂലമാണ്. പുതിയ ബിസിനസ്സുകൾ ശുഭകരമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ സാധിക്കുന്നതാണ്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. ഏറ്റെടുത്ത ജോലികൾ തീർക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങൾക്ക് ഹാനി ഉണ്ടാകാം. വിരഹം ഇവയ്ക്കും കാരണമുണ്ടാകാം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വാതരോഗം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നേക്കാം. ഇനി നമുക്ക് ധനുക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ, വിശേഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഉത്രാട നക്ഷത്രം ധനുക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീന കുറവുണ്ടാകാം. കുടുംബകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടുതൽ സമയം ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതുവഴി വരുമാനം വർദ്ധിക്കുന്നതാണ്. ശത്രുക്കളിൽ നിന്ന് ആരോപണം നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. യാത്രകളൊക്കെ ഗുണകരമാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.